വിധത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്ന സന്ദർഭമാണ്. ആ ദിവസമാണ് ഇന്ന്. ഏകദേശം ഒരു മാസം കൊണ്ട് പലയിടങ്ങളിലുമായി ഭാരതത്തിലെ ഈ ജനാധിപത്യ രാജ്യത്തിലെ അതിൻ്റെ ഭാവികേറ്റം അഥവാ അതിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള സങ്കല്പം, ആരാണ് എങ്ങനെയുള്ളവരാണ് നമ്മെ നയിക്കേണ്ടത് ഭരിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വോട്ട് സമ്മതിദാനം രേഖപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. നാം പലപ്പോഴും പല സന്ദർഭങ്ങളിലും വിമർശനങ്ങൾ കൊടുത്തുവിടാറുണ്ട്. പക്ഷേ നമ്മുടെ ചുമതലകൾ വഹിക്കുന്നതിൽ നാം ശ്രദ്ധിച്ചുവോ എന്നും കൂടെ നാം ചിന്തിക്കണം. സമ്മതിദാനം പൊതുവെ എല്ലാവരും നിർവഹിക്കാറുണ്ട്. ചിലരെ നിർവികാരമായി അതിൽ നിന്ന് മാറി നിൽക്കാറുണ്ട്. അങ്ങനെ എന്നാൽ ഏതെങ്കിലും താല്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടിയോട് ചേർന്ന് നിന്ന് ആ പാർട്ടിക്ക് വേണ്ടി സമ്മതിദാനം രേഖപ്പെടുത്തുന്നവരുമുണ്ട്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ്. വ്യത്യസ്ത മതങ്ങളും വ്യത്യസ്ത സംസ്കാരങ്ങളും വ്യത്യസ്തമായ ന്യൂനപക്ഷങ്ങളും ഒക്കെ ഉള്ളിടമാണ്. അതുകൊണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടി രാജ്യത്തിൻ്റെ ഭരണത്തിൽ എത്തിച്ചേർന്നാലും ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണമുള്ള ഒരു സംസ്ഥാനമായിരിക്കണം ഇതെന്നുള്ളത്, അതിലൊരു രാജ്യമായിരിക്കണം ഭാരതം എന്നുള്ളതിന് സംശയമില്ല. അടുത്ത കാലഘട്ടത്തിലൊക്കെ അതിനൊക്കെ അല്പസ്വല്പമൊക്കെ ചില വ്യത്യാസങ്ങൾ വരുന്നുവോ എന്ന് സംശയിക്കുന്നൊരു കാലമാണ്. എനിക്ക് ഓർപ്പിക്കാനുള്ളത്, ഒരു കാലഘട്ടത്തിലെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് 16 MLA കേരള സംസ്ഥാനത്ത് നിയമസഭയിൽ ഉണ്ടായിരുന്നൊരു കാലമാണ്. ഇപ്പോഴ് അതെല്ലാം മാറി നാമമാത്രമായി 2 പേർ മാത്രമേ ഉള്ളൂ. എന്തായിരുന്നാലും ഈ ഭരണസ്ഥലത്തെ സ്ഥാനത്ത് എത്തിച്ചേർന്നവരുടെ സഹായ സഹകരണങ്ങൾ ഏത് സമൂഹത്തിനും ഉണ്ടായേ മതിയാവും. അല്ലെന്നുണ്ടെങ്കിൽ ന്യൂനപക്ഷങ്ങളിലൂടെ ജീവിക്കാനായിട്ട് അല്ലെങ്കിൽ സമാധാനപരമായി ജീവിക്കാനായിട്ട് പ്രയാസം. നമ്മെ സംബന്ധിച്ചിടത്തോളം 2 ഇടത്ത് മാത്രമാണ് നമ്മുടെ സഭയുടെ MLA നിൽക്കുന്നത്. ഏറ്റവും സുപ്രധാനമായി കാണുന്നത് പത്തനംതിട്ടയിലെ മണ്ഡലത്തിലാണ്. പത്തനംതിട്ട മണ്ഡലം എന്ന് പറയുന്നത് ഓർത്തഡോക്സ് ജനങ്ങൾ ധാരാളം തിരിപ്പാർക്കുന്ന ഒരിടമാണ്. അവിടെയുള്ള MLA എപ്പോഴും നമ്മുടെ താല്പര്യവും കൂടെ ശ്രദ്ധിക്കും എന്നുള്ളതിനെ കുറിച്ച് സംശയമില്ല. രാഷ്ട്രീയത്തെക്കുറിച്ച് ഒന്നും തന്നെ എനിക്ക് കാര്യമായിട്ട് അറിയാൻ പാടില്ല. എങ്കിൽ പോലും എല്ലാ സമൂഹത്തിനും അവരവരുടേതായ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും എല്ലാവരെയും ഒരുപോലെ കാണുകയും ചെയ്യത്തക്കവണ്ണമുള്ള സംവിധാനമാണ് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാ ശില്പികൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായപ്പോൾ ഏറ്റവും സമർത്ഥമായി അത് കൈകാര്യം ചെയ്ത ഒരിടമാണ് പത്തനംതിട്ട. പത്തനംതിട്ട പ്രദേശത്തെ MLA മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അംഗമാണ്. പക്ഷേ എല്ലാവരെയും കരുതിക്കൊണ്ട് വളരെ മികച്ച രീതിയിൽ അവിടെ ഉത്തരവാദിത്വം നിർവഹിക്കുക ഒരു MLA ആണ് അവിടെ ഉള്ളത്. അപ്പോൾ അവരും ഇപ്പോഴ് മത്സരത്തിലുണ്ട്. അപ്പോൾ സഭയുടെ കാര്യങ്ങളിലാണെങ്കിലും സംസ്ഥാനത്തിൻ്റെ ഒരു പിന്തുണയും പിന്തുണയും ആവശ്യമുണ്ട്. അതെല്ലാം തന്നെ നാം പ്രവർത്തിക്കണം എന്ന് മാത്രമാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കാനുള്ളത്. പത്തനംതിട്ട പോലെ തന്നെയാണ് ഇവിടെ തൃശ്ശൂർ മണ്ഡലമാണോ കർണാടക ഭാഗത്തമാണോ ഏതാ മണ്ഡലം എനിക്ക് കൃത്യമായിട്ട് അറിയാൻ മേല. അവിടെയും നമ്മുടെ ഒരു സഭയുടെ അംഗം നിൽക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ വളരെ ശക്തമാണ് പത്തനംതിട്ട.
അതുകൊണ്ട് ജനങ്ങൾ അത് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ആരും സമ്മതിദാനം സമർപ്പിക്കാതിരിക്കരുത്. ഈ വിശുദ്ധ ബലിയർപ്പണത്തിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് കോട്ടയത്ത് എത്തിച്ചേരണം. ഇതിന് പ്രധാന കാരണം വോട്ടവകാശം അവിടെയാണ്. ഇവിടെ ജനിച്ച് വളർന്നെങ്കിലും വർഷങ്ങളായിട്ട് കോട്ടയത്തായതുകൊണ്ട് കോട്ടയത്ത് പോയി ആ സമ്മതിദാനം രേഖപ്പെടുത്തുക എന്നുള്ളത് എൻ്റെ ഒരു പൗരൻ, ഈ രാജ്യത്തിൻ്റെ പൗരൻ എന്ന നിലയിൽ ഉത്തരവാദിത്വമാണ്. അത് നിങ്ങളും ഇതുപോലെ തന്നെ ഒരു കണ്ടറിഞ്ഞ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. ന്യൂനപക്ഷങ്ങളോട് തീർച്ചയായും ഒരു കരുതലുള്ള ഭരണാധിപന്മാർ വരുമ്പോൾ മാത്രമാണ് നമുക്കെപ്പോഴും പ്രയോജനമുണ്ടാകുക. ഒരു കാലഘട്ടത്തിലൊക്കെ ക്രൈസ്തവ സമൂഹത്തെ ഏറ്റവും നന്നായി സഹായിക്കുകയും നമ്മുടെ ആത്മാർത്ഥതയും നമ്മുടെ സത്യസന്ധതയും അംഗീകരിക്കപ്പെട്ടിരുന്ന ഭരണാധികാരികൾ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ക്രൈസ്തവ സമൂഹത്തിന് ചില